നമസ്കാരം BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ശനിയാഴ്ച തൊടുപുഴയിൽ നടക്കും. ജില്ലയിൽ ഓൺലൈനായി മാത്രം 23,242 അപേക്ഷകൾ. മൂലമറ്റം പതിപ്പള്ളിയിലെ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം സ്വകാര്യ വ്യക്തിക്ക് വിട്ടുനൽകാൻ നടപടിയായതിൽ പ്രതിഷേധിച്ച് ആദിവാസികൾ അറക്കുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇടുക്കിയുടെ വികസനം സ്ഥിരമായി തടസ്സപ്പെടുത്തുന്ന വനംവകുപ്പിന്റെ പ്രവർത്തനം ഇടുക്കിയിൽ ഇനിയും വേണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP. ഇടുക്കിയിൽ വൈദ്യുതിയില്ലാത്ത വീടുകളിൽ ഉടൻ വൈദ്യുതി ലഭ്യമാക്കുമെന്ന് മന്ത്രി ആര്യാട് മുഹമ്മദ്. ഇടുക്കി ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ നടക്കും. ജൂൺ 1 മന്ത്രി PJ ജോസഫ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി നാളെ തൊടുപുഴയിൽ നടക്കും. ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിൽ ഓൺലൈനായി മാത്രം 23,242 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയായ കരുതൽ 2015 ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രി ജനസമ്പർക്ക വേദിയിലെത്തും. മന്ത്രി PJ ജോസഫ്, MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ജനസമ്പർക്ക പരിപാടിയിലെത്തുന്ന അപേക്ഷകരെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനായി തെരഞ്ഞെടുത്തിട്ടുള്ള 104 അപേക്ഷകർക്ക് പന്തലിലെ A പ്ലോട്ടിലാണ് ഇരിപ്പിടം. മറ്റുള്ളവർ B പ്ലോട്ടിലാണ് ഇരിക്കേണ്ടത്. ഓൺലൈനായി 23,242 അപേക്ഷകളാണ് ലഭിച്ചത്. ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിനും പട്ടയത്തിനുമൊക്കെ നിരവധി അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. ജനസമ്പർക്ക പരിപാടിയിൽ അപേക്ഷകരെ സഹായിക്കാനായി അക്ഷയയുടെ 50 കൗണ്ടറുകളും തുറക്കും. വൃദ്ധർ, അംഗപരിമിതർ, ഗർഭിണികൾ, കുഞ്ഞുങ്ങളുമായി എത്തുന്ന അമ്മമാർ എന്നിവർക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് പ്രത്യേക കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ഈ മൂന്നാമത്തെ ജനസമ്പർക്ക പരിപാടി കരുതൽ 2015 പൂർണ്ണമായിട്ടും വളരെ വിജയപ്രദമായിട്ട് നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇതേവരെ കിട്ടിയ അപേക്ഷയും അന്ന് കിട്ടുന്ന അപേക്ഷയും കണക്കിലെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അപേക്ഷ കിട്ടുന്ന ജില്ല നമ്മുടേതായി മാറാൻ സാധ്യതയുണ്ട്. അപേക്ഷകർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കാനും പരിഹാരം കാണാനും പ്രധാന വേദിയിൽ 5 സെക്ടറുകളായി തിരിച്ച് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. നിലവിലുള്ള സർവീസുകൾക്ക് പുറമെ ജനങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കുവാനും തിരികെ പോകുവാനും പ്രത്യേക ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. KSRTC തൊടുപുഴയിൽ നിന്നും ചെറുതോണി, പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം എന്നീ സ്ഥലങ്ങളിലേക്ക് പ്രത്യേകം സർവീസ് നടത്തും. രാവിലെ മുതൽ പരിപാടി അവസാനിക്കുന്നതുവരെ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തും. KSRTC സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ബസ്സുകളും മങ്ങാട്ടുകവല സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തും. RTOയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് മങ്ങാട്ടുകവല സ്റ്റാൻഡിനോടനുബന്ധിച്ച് പ്രവർത്തിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ടീം ആദ്യ അവസാനം വരെ ഉണ്ടായിരിക്കും. സുരക്ഷാ സംവിധാനത്തിന്റെ ചുമതല ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നിർവഹിക്കും. തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപവും പരിസര പ്രദേശങ്ങളിലും വാഹന പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊടുപുഴ DYSPയെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ V. രതീശൻ അറിയിച്ചു. പ്രൊഫസർ N. ജയരാജ് MLA നയിക്കുന്ന UDF മധ്യമേഖലാ ജാഥ ജില്ലയിൽ പര്യടനം നടത്തി. അടിമാലിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDFന് ആശങ്കയില്ലെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. UDF മധ്യമേഖലാ ജാഥയ്ക്ക് അടിമാലിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. സ്ഥാനാർത്ഥിയെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നും തങ്കച്ചൻ കൂട്ടിച്ചേർത്തു. ഇതേ കക്ഷി UDF തന്നെ വ്യക്തമായ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വരാൻ പോകുന്ന 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനം ഭരിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല. UDF യോജിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെ LDF കരിവാരിത്തേക്കുവാൻ ശ്രമിക്കുകയാണ്. കുറ്റം ചെയ്തവർ മന്ത്രിസഭയിലുണ്ടെങ്കിൽ അവരെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്നും PP തങ്കച്ചൻ അഭിപ്രായപ്പെട്ടു. ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഒരു കക്ഷികൾ ഇപ്പോഴുള്ള ഒരു കക്ഷികളും 8 കക്ഷികളുണ്ടായ 8 കക്ഷികൾ ഒന്നുപോലും UDF വിട്ട് LDFിലേക്ക് പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. യോജിച്ച് തന്നെ
എൻ ജയരാജ് MLA ജാഥ ക്യാപ്റ്റനും ജോണി നെല്ലൂർ വൈസ് ക്യാപ്റ്റനുമായുള്ള ജാഥയ്ക്ക് അടിമാലിയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ UDF ദേവികുളം മണ്ഡലം ചെയർമാൻ KA മുഹമ്മദ് റിയാദ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MLA, മുൻ MLA KK ഷാജു, ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, അഡ്വക്കേറ്റ് S അശോകൻ, അലക്സ് കോഴിമല തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലയിലെ ഇതര സംസ്ഥാനക്കാരുടെ കണക്കെടുപ്പും വിവരശേഖരണവും തുടങ്ങി. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പോലീസാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 200ഓളം പേർ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ കൈമാറി. കോട്ടയം പാറമ്പുഴ കൂട്ടക്കൊലക്കേസിലെ പ്രതി ഉത്തർപ്രദേശ് സ്വദേശി നരേന്ദ്രകുമാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിക്കാതെ വന്നത് ബുദ്ധിമുട്ടിലാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. മുമ്പ് തൊഴിലാളികളെ കൊണ്ടുവരുന്ന ഏജൻസികളും ഇവർ തൊഴിലെടുക്കുന്ന സ്ഥാപന ഉടമയും ഇത്തരക്കാരുമായി നേരിട്ട് അതത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വിവരങ്ങൾ നൽകണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ആരും പാലിച്ചിരുന്നില്ല. ജില്ലയിൽ ആകെ 1.5 ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഇവരിൽ 10% ആളുകളുടെ കണക്ക് വിവരങ്ങൾ മാത്രമേ പോലീസിന്റെ പക്കലുള്ളൂ. ഇവരിൽ കുറ്റവാളികളും പിടികിട്ടാപ്പുള്ളികളും വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന സൂചന. തിരിച്ചറിയൽ കാർഡ്, മറ്റ് രേഖകൾ, തൊഴിൽ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ പരിശോധിച്ച് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഫോട്ടോയും മൊബൈൽ നമ്പറും പോലീസ് ശേഖരിക്കും. മൂലമറ്റം പതിപ്പള്ളിയിലെ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം സ്വകാര്യ വ്യക്തിക്ക് വിട്ടു നൽകാൻ നടപടിയായതിൽ പ്രതിഷേധിച്ച് ആദിവാസികൾ അറക്കുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഊരുമൂപ്പൻ PN രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കളക്ടറേറ്റിൽ വെച്ച് SC/ST കമ്മീഷൻ സിറ്റിംഗ് നടത്തുകയും ഈ സിറ്റിംഗിൽ ആവശ്യമായ രേഖകൾ പഞ്ചായത്ത് സെക്രട്ടറി ഹാജരാക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കേസിന് വാദിയില്ല എന്നുള്ള ഒരവസ്ഥ വരികയും കമ്മീഷൻ മറ്റ് രേഖകളൊന്നും പരിശോധിക്കാതെയും ഒരുകൂട്ട തീരുമാനവും ഗ്രാമസഭാ തീരുമാനവും കണ്ടില്ലെന്ന് നടിച്ച് സ്ഥലം ഏകപക്ഷീയമായി വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളിലെ അവരുടെ അശ്രദ്ധയാണ് ഇതിൻ്റെയൊക്കെ കാരണം. ലക്ഷങ്ങൾ അവിടെ ജനങ്ങളുടെ നികുതി പണം മേടിച്ച് ലക്ഷങ്ങൾ മുടക്കി അവിടെ ഇട്ടിട്ട് വീണ്ടും അത് ഇങ്ങനൊരു അവസരം സൃഷ്ടിച്ചു കൊടുത്ത പഞ്ചായത്ത് ഭരണാധികാരികൾക്കെതിരെ പഞ്ചായത്തിന് 1987 സ്വകാര്യ വ്യക്തികൾ വിട്ടു നൽകിയിരുന്ന സ്ഥലമായിരുന്നു ഇത്. കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടെ നടത്തിയിരുന്നില്ല. ഇതോടെ സ്ഥലം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ഭൂമി വിട്ടുകൊടുത്തിരുന്നവർ പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ മുമ്പാകെ പരാതി നൽകി. കമ്മീഷൻ കഴിഞ്ഞ ദിവസം നടത്തിയ സിറ്റിംഗിൽ അറക്കുളം പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ആരും എത്താതിരുന്നതിനെ തുടർന്ന് മിനി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ഭൂമി മടക്കി നൽകാൻ കമ്മീഷൻ വിധിക്കുകയായിരുന്നു. സെക്രട്ടറി അവിടെ എത്തിയെങ്കിലും സിറ്റിംഗിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നുവെന്ന് ആദിവാസി നേതാക്കൾ ആരോപിച്ചു. ധർണയിൽ TK ശങ്കരൻ, KL ജോസഫ്, EN ഗോപി, PD സുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. പടമുഖം സ്നേഹമന്ദിരത്തിന്റെ 20ാമത് വാർഷികം 30-ന് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് ആരംഭിക്കുന്ന കൺവെൻഷൻ ഫാദർ തോമസ് T തുണ്ടയിൽ നയിക്കും. പടമുഖം സ്നേഹമന്ദിരം ആരംഭിച്ചിട്ട് 20 വർഷമായി. അതിന്റെ 20ാമത് വാർഷികത്തോടനുബന്ധിച്ച് രാവിലെ 10 മണിക്ക് നാളെ രാവിലെ 10 മണിക്ക് കൺവെൻഷൻ റവറൻഡ് ഫാദർ തോമസ് തുണ്ടത്തിൽ കേക്ക് മുറിക്കാനായിട്ട് നമ്മുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോവിഡൻ ജോർജ് ഏട്ടൻ, പിന്നെ വിവിധ ഇടവകളിലുള്ള അച്ഛന്മാർ, വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. 1000ഓളം വ്യക്തികളെ അല്ലെങ്കിൽ സ്നേഹമന്ദിരത്തിൻ്റെ സഹായികൾ നാളെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളായിരിക്കുക. വരുന്ന മുഴുവൻ പേർക്കും സ്നേഹ വിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. പവിഴം റൈസ് MD ജോർജ് നമ്പ്യാട്ടുകിടി വിശിഷ്ട അതിഥിയായിരിക്കും. സ്നേഹമന്ദിര സ്പിരിച്വൽ ഡയറക്ടറായ സജി പുത്തമ്പുരയ്ക്കൽ, മുരിക്കാശ്ശേരി വികാരി ഫാദർ മാത്യു തൊട്ടിയിൽ, വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദികർ, സിസ്റ്റേഴ്സ്, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ VC രാജു, എബ്രഹാം പരുന്തിരിക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ നടക്കും. ജൂൺ 1-ന് മന്ത്രി PJ ജോസഫ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം എല്ലാ സ്കൂളുകളിലും വിപുലമായ ആഘോഷത്തോടെ കൊണ്ടാടണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 455 സ്കൂളുകളുണ്ട്. 455 സ്കൂളുകളിലും വിപുലമായ ആഘോഷങ്ങളോടെ പുതിയ
അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികളെ, പ്രവേശനം ലഭിക്കുന്ന 1ാം ക്ലാസ്സിലെ കുട്ടികളെ വരവേൽക്കാനായിട്ട് എല്ലാ സ്കൂളുകളും ഒരുങ്ങിക്കഴിഞ്ഞു. അത് ജൂൺ 1-ാം തീയതിയാണ്. ഈ വർഷത്തെ ജില്ലാതലത്തിലും BRC തലത്തിലും ബ്ലോക്ക് തലത്തിലും പ്രവേശനോത്സവം പ്രത്യേകമായി സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത് സെന്റ് സെബാസ്റ്റ്യൻസ് UPS തൊടുപുഴയാണ്. നമ്മുടെ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് സാറാണ്. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് അധ്യക്ഷത വഹിക്കും. സൗജന്യ പാഠപുസ്തക വിതരണോദ്ഘാടനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിക്കും. സൗജന്യ യൂണിഫോം വിതരണോദ്ഘാടനം ES ബിജിമോൾ MLAയും നിർവഹിക്കും. അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾക്കുള്ള പഠനോപകരണ കിറ്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ് നിർവഹിക്കും. കോതമംഗലം കോർപ്പറേറ്റ് വിദ്യാഭ്യാസ സെക്രട്ടറി റവറന്റ് ഡോക്ടർ സ്റ്റെനിസ്ലാവോസ് മുഖ്യപ്രഭാഷണം നടത്തും. SSC പ്രോജക്ട് ഓഫീസർ ബോബൻ ജേക്കബ്, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ VN ഷാജി, SSC പ്രോഗ്രാം ഓഫീസർ S സുധീർ, സ്കൂൾ ഹെഡ്മാസ്റ്റർ PM ദേവസ്യാച്ചൻ, AN ശശിധരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കിയുടെ വികസനം സ്ഥിരമായി തടസ്സപ്പെടുത്തുന്ന വനംവകുപ്പിന്റെ പ്രവർത്തനം ഇടുക്കിയിൽ ഇനിയും വേണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP. ജില്ലയിൽ വനംവകുപ്പ് സമാന്തര സർക്കാരായി മാറിയിരിക്കുകയാണെന്നും MP ആരോപിച്ചു. ഇടുക്കിയുടെ വികസനത്തിൽ ഇടപെട്ട് സ്ഥിരമായി തടസ്സം സൃഷ്ടിച്ച് വനംവകുപ്പ് സമാന്തര സർക്കാരായി മാറിയിരിക്കുകയാണെന്ന് ഇടുക്കി MP ജോയ്സ് ജോർജ് പറഞ്ഞു. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇടുക്കി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളിൽ വനംവകുപ്പിന്റെ ഇടപെടൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഇടുക്കി ജില്ലയിൽ വനംവകുപ്പ് ഒരു സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഈ വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ ഇടപെടൽ. ഇടുക്കിയിൽ വൈദ്യുതിയില്ലാത്ത വീടുകളിൽ വൈദ്യുതി എത്തിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. അടിമാലി വാളറിയിൽ തൊട്ടിയാർ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി വിതരണത്തിൽ ഇടുക്കി പോലുള്ള പിന്നാക്ക പ്രദേശങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഇടുക്കി ജില്ലയെ സർക്കാർ അവഗണിച്ചിട്ടില്ല. സ്ഥിരമായ ലോഡ് ഷെഡിംഗ് ഇനി ഉണ്ടാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ ഇടുക്കി ഈ വെള്ളം പവർ തരുന്ന ഇടുക്കിയെ അവഗണിച്ചതല്ല അതെന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. സ്ഥിരമായ ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. എത്ര നഷ്ടമാണെങ്കിലും KSEB നഷ്ടം സഹിച്ചുകൊണ്ട് ഈ പറയുന്ന ദീനദയാൽ ഉപാധ്യായ പദ്ധതി DDGUYJY പദ്ധതി എന്നാണ് അതിന്റെ പേര്. അത് നടപ്പാക്കാൻ തീരുമാനിച്ചു. അതാദ്യം ഇടുക്കി ജില്ലയിലായിരിക്കും. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി KSEB 22 ലക്ഷം രൂപയും അടിമാലി ഗ്രാമപഞ്ചായത്ത് 31 ലക്ഷം രൂപയും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപയും ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൊട്ടിയാർ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേവികുള MLA S രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV സ്കറിയ, മുൻ MLA AK മണി, റോയി K പൗലോസ് തുടങ്ങിയവർ. ഇടുക്കിയുടെ കൂറുള്ള ജനപ്രതിനിധികളില്ലാത്തതിനാലാണ് പട്ടയം മുതൽ ദേശീയപാത നിർമ്മാണം വരെയുള്ള ജില്ലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതെന്ന് ജോയ്സ് ജോർജ് MP. കട്ടപ്പനയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി നടത്തിയ ഏകദിന ഉപവാസത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വന്തമായുള്ള ഒരു തുണ്ട് ഭൂമിയുടെ പൂർണ്ണാവകാശം നൽകാതിരിക്കുക വഴി ഇടുക്കിക്കാരന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം തടയുകയും അതുവഴി ആത്മാഭിമാനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇടുക്കിക്കാരന്റെ മുമ്പിലേക്ക് പുറത്തുനിന്നും സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കി കൂടുതൽ അപമാനിക്കുക എന്ന ലക്ഷ്യമാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളും നാളിതുവരെ തുടർന്നിരുന്നതെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. ഇടുക്കിക്കാരൻ പട്ടിണി കിടന്ന് നേടേണ്ട ഒന്നല്ല പട്ടയമെന്നും മറിച്ച് ഇടുക്കിക്കാരുടെ വികാരം മനസ്സിലാക്കുന്ന ജനപ്രതിനിധികളെ മാത്രം തെരഞ്ഞെടുത്ത് വിടണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ എത്ര കാലം പട്ടിണിയിരുന്നാലും എത്ര കാലം ഉപവാസം ഇരുന്നാലും ഇതിന് പരിഹാരമൊന്നും ഉണ്ടാകാൻ പോണില്ല. പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ. കട്ടപ്പനയിലെ ആളുകൾ തീരുമാനിക്കണം. ഈ തരത്തിൽ ജനങ്ങളോട് കൂറുള്ള ജനപ്രതിനിധികൾ വേണമോ എന്ന്. ജനങ്ങളോട് കൂറുള്ള ഈ മണ്ണിനോട് കൂറുള്ള ജനപ്രതിനിധികളെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ പ്രശ്നം പരിഹരിക്കും. അല്ലാതെ നമ്മളിങ്ങനെ നിരാഹാരം ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ മാത്രമേ പരിഹരിക്കപ്പെടത്തുള്ളൂ ഈ പ്രശ്നം. അതിനുള്ള പരിഹാരമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കലാണ് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തത്. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CK മോഹനൻ, കട്ടപ്പന ഇമാം മുഹമ്മദ് റഫീഖ് അൽ കൌസരി, ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരി KK ദേവസ്യ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് MK തോമസ്, HMTA പ്രസിഡന്റ് PK ഗോപി, ഫാദർ ജോസ് പ്ലാച്ചിക്കൽ, ഫാദർ അഗസ്റ്റിൻ കാര്യപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു.